വി.ഡി. സതീശൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു ഗുരു എന്ന് പറയുന്നത് ജി കാർത്തികേയനാണ്. ആ കാർത്തികേയന്റെ മരുമകളെ രായ്ക്ക് രാമാനം മാറ്റാൻ അദ്ദേഹത്തിന് തോന്നിയതെന്നുകൊണ്ട്. നമസ്കാരം. കരയുന്നോ കഷ്ടം രമണ, നീ ഒരു കറയറ്റ വെറും ശിശു പോലെ, വിവരമുള്ള നീ വെറുതെ ഈ വിധം വിലപിച്ചിടുவது ഉചിതമോ? ചങ്ങമ്പുഴയുടെ മദനൻ രമണനോട് ചോദിച്ച പോലെ നമുക്ക് ബ്രിഡ്ജാസിനോടും ചോദിക്കേണ്ടി വരും. കരയുന്നോ കഷ്ടം ബ്രിഡ്ജാസെ, നീ ഒരു കറയറ്റ വെറും ശിശു പോലെ. വിഴിഞ്ഞം പോർട്ടിൻ്റെ ഷെയറുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല ബ്രിഡ്ജാസിൻ്റെ കരച്ചിൽ. എന്തിന് രായ്ക്ക് രാമാനും ഇവിടെ നിന്നും ദിവ്യ എസ് അയ്യരെ നീക്കി? വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് സ്വന്തം ഗുരുവിന്റെ മരുമകളെ രായ്ക്ക് രാമാനം മാറ്റണമെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയതെന്തുകൊണ്ടാണ്? ഈ ജോൺ ബ്രിട്ടാസ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് സഖാക്കൾ മരുമക്കളെയും അളിയന്മാരെയും ചിറ്റപ്പന്മാരെയും എവിടെയെങ്കിലുമൊക്കെ അനധികൃതമായി കുത്തിക്കയറ്റി നിയമിക്കുന്നത് പോലെയാണ് IAS-കാരുടെ നിയമനം സർക്കാർ നടത്തുന്നത് എന്നാണ്. അല്ലെങ്കിൽ ഈ ഊളമണ്ടത്തരം ബ്രിഡ്ജാസ് ഇങ്ങനെ ചോദിക്കുമോ? വി.ഡി. സതീശൻ്റെ രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയൻ്റെ മരുമകളെ എന്തിനൊറ്റ രാത്രി കൊണ്ട് സ്ഥലം മാറ്റിയെന്നാണ് ചോദ്യം. ഉദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്നത് CPM-കാരുടെ നയമാണ് മിസ്റ്റർ. ഈ സ്ത്രീക്ക് ആ പദവിയിലിരിക്കാൻ അർഹതയില്ല എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടായിരിക്കാമല്ലോ ഒറ്റ രാത്രി കൊണ്ട് മാറ്റിക്കളഞ്ഞത്. പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയും KK രാഗേഷിൻ്റെയും കരച്ചിലിൻ്റെ ചുവട് പിടിച്ചാണ് ബ്രിട്ടാസും ദിവ്യയ്ക്ക് വേണ്ടി കുമ്മിയടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. വെറുതെയാണോ ഈ ബ്രിട്ടാസിനെ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് മുഖത്ത് ചായം തേക്കുന്നവൻ എന്ന് വിളിച്ചത്? കൈരളി ചാനലിൽ ജോൺ ബ്രിട്ടാസ് നടത്തി വരുന്ന JB ജംഗ്ഷൻ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ വെച്ചാണ് ബ്രിട്ടാസ് എന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞത്. ഒരിക്കൽ നാട് സന്ദർശിച്ച ഒരു രാജാവിനെ സ്വീകരിക്കാൻ ഇംഗ്ലണ്ടുകാർ മുഖത്ത് ചായം പൂശി കോമാളി വേഷം കെട്ടിയതിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. പിണറായി വിജയന് വേണ്ടി മുഖത്ത് ചായം പുരട്ടി കോമാളി വേഷം കെട്ടുന്നയാളായി മാറി ഈ ബ്രിട്ടാസ്. ഒരർത്ഥത്തിൽ ബ്രിട്ടാസിന് ഇത്രമാത്രം ഇണങ്ങുന്ന ഒരു പേര് വേറെയില്ല. മുഖത്ത് സദാസമയം ചായം തേച്ച് ഒരു പ്രസ്ഥാനത്തിനൊപ്പം ചേർന്ന് ജീവിക്കുന്ന കാപട്യക്കാരനായ സഖാവാണ് ഈ ജോൺ ബ്രിട്ടാസ്. അയാൾ പിണറായിയുടെ കോളാമ്പി ചുമ്മിയതിൻ്റെ എല്ലാം ഗുണം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മമ്മൂട്ടിക്ക് പോലും കിട്ടാത്ത MP സ്ഥാനം കിട്ടി. ഒരു കാലത്ത് കൈരളിയിൽ നിന്നും രാജിവെച്ച് ഏഷ്യാനെറ്റിലേക്ക് പോയ ജോൺ ബ്രിട്ടാസ് വീണ്ടും പിണറായി വിജയൻ്റെ വിളി കേട്ട് തിരിച്ചെത്തുകയായിരുന്നു. അധികാരം പോയതോടെ ബ്രിട്ടാസിൻ്റെ മുഖത്ത് തേച്ച ചായം കുറേശ്ശെയായി ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി തനിക്ക് MP ആകാൻ കഴിയില്ല എന്ന നിരാശ മറ്റൊരു വഴിക്ക്. അല്ലെങ്കിൽ തന്നെ നൂറുകണക്കിന് IAS-കാരിൽ അത്ര വലിയ പ്രതിഭയാണോ ഈ ദിവ്യ എസ് അയ്യർ? എഴുത്തുകാരായ എത്രയോ IAS-കാർ നമുക്കുണ്ടായിരുന്നു. മലയാറ്റൂർ രാമകൃഷ്ണനും CP നായരും ബാബു പോളുമൊക്കെ എത്രയോ പ്രഗത്ഭരായിരുന്നു. പക്ഷേ സർക്കാരുകൾ മാറി വരുമ്പോൾ തൽക്ഷണം അവരെ മാറ്റി നിയമിക്കുമായിരുന്നു. പിണറായി വിജയൻ ദേവസ്വം ബോർഡിൽ നിയമിച്ച K ജയകുമാറിനെ ഇപ്പോഴും തൽസ്ഥാനത്ത് നിന്നും പുതിയ സർക്കാർ മാറ്റാത്തതിൻ്റെ കാരണം അദ്ദേഹത്തെപ്പറ്റി ആർക്കും എതിരഭിപ്രായം ഇല്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ചില നിയമനങ്ങൾ മാത്രമേ നീണ്ടിട്ടുള്ളൂ. LDF സർക്കാരിൻ്റെ കാലത്ത് MD വാസുദേവൻ നായരെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായി നിയമിച്ചിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയൊരു യോഗ്യൻ കേരളത്തിലില്ല എന്നറിയാമായിരുന്ന UDF സർക്കാർ അദ്ദേഹത്തെ 5 വർഷം കൂടി തുടരാൻ അനുവദിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും മെറിറ്റ് ദിവ്യ എസ് അയ്യർക്കുള്ളതായി ആർക്കും അറിയില്ല. അവർ വലിയ പ്രഗത്ഭയായ ഭരണാധികാരിയാണെന്നൊക്കെ ഉളുപ്പില്ലാതെ കഴിഞ്ഞ ദിവസം NN പിയേഴ്സണൊക്കെ ഇരുന്ന് വിവരിക്കുന്നത് കേട്ടു. അങ്ങനെ ഒരു IAS-കാരി വിചാരിച്ചതുകൊണ്ട് മാത്രം ഒതുക്കാൻ കഴിയുന്ന ഒരാളാണോ ഈ അദാനി? ഇതുപോലെ പാർട്ടിക്കൂറ് കാണിച്ച് അവരുടെ സൂക്തങ്ങൾ ചൊല്ലി നടക്കുന്നവളായി ഇതിനു മുമ്പ് കേരളത്തിൽ ഒരു IAS-കാരും അവതരിച്ചിട്ടില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ഈ സ്ത്രീയെ വിഴിഞ്ഞത്ത് നിന്നും പറിച്ചെറിയാൻ കൊതിയോടെ കാത്തിരുന്നവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും. അത്രമേൽ കമ്മികളല്ലാത്തവരെ ഈ സ്ത്രീ വെറുപ്പിച്ചിട്ടുണ്ട്. താനൊരു നിഷ്കളങ്കയാണെന്ന ഭാവത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഉടായ്പകൾക്ക് കൂട്ടുനിന്നു എന്നാണ് വി.ഡി. സതീശൻ മനസ്സിലാക്കിയത്. ഒരു ഘട്ടത്തിൽ സീനിയറായ K ജയകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, IAS-കാരൊക്കെ ഇത്രമേൽ പ്രകടനപരത കാണിക്കേണ്ട കാര്യമില്ല എന്ന്. സംസ്ഥാനം ഭരിക്കാൻ ജനങ്ങൾ അധികാരമേൽപ്പിച്ച ഒരു സർക്കാർ ആരെ മാറ്റണമെന്ന് ജോൺ ബ്രിട്ടാസിനോട് അനുവാദം ചോദിക്കണോ? അതോ KK രാഗേഷിൻ്റെ അനുവാദം വേണോ? പോയി പണി നോക്കണം മിസ്റ്റർ. ജി കാർത്തികേയൻ്റെ മരുമകൾ എന്ന നിലയ്ക്കാണോ അപ്പോൾ പിണറായി സർക്കാർ ദിവ്യയെ വിഴിഞ്ഞത്ത് നിയമിച്ചത്? അതൊരു ഭയങ്കര മഹാമനസ്കതയാണല്ലോ. ED സംഘം പിണറായി വിജയൻ്റെ വീട്ടിൽ ചെന്ന ദിവസത്തെ ബ്രിട്ടാസിൻ്റെ പ്രകടനം നമ്മൾ കണ്ടതാണ്. അന്ന് ED സംഘത്തെ ആക്രമിക്കാൻ ഓടിക്കൂടിയ മുഴുവൻ പ്രതികളെയും പാർട്ടി ഓഫീസിൽ കയറ്റി ഒളിപ്പിച്ചിട്ടായിരുന്നു അയാൾ നാടകം കളിച്ചത്.
പിണറായി മുതൽ ബ്രിട്ടാസ് വരെ ലക്കും ലഗാനുമില്ലാതെയാണ് സംസാരിക്കുന്നത്. ഇവർ പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധവും കള്ളവുമാണെന്ന് ജനങ്ങൾക്ക് ഓരോ ദിവസവും ബോധ്യപ്പെടുന്നു. എന്നാൽ ഈ വിഷയത്തിൽ കെ ശൈലജയുടെ അഭിപ്രായം മറിച്ചായി. അതൊന്നും അങ്ങനെ ഒരു വിവാദ വിഷയമാക്കേണ്ട ഒരു കാര്യമല്ല. അതിപ്പം ഗവൺമെൻറ്റുകൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. ചിലപ്പോൾ കരുതി കൂട്ടി ഏതെങ്കിലും തരത്തിൽ മാറ്റുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അതൊന്നും അങ്ങനെ ഒരു വലിയ വിവാദമാക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഭരണം മാറുമ്പോൾ ഉദ്യോഗസ്ഥരെ മാറ്റുക എന്നത് പതിവ് പരിപാടിയാണെന്ന് അവർ പറയുന്നു. അതും പോരാ, ഇ.പി. ചിറ്റപ്പൻ വിഴിഞ്ഞം വിഷയത്തിൽ അഴിമതി ആരോപണങ്ങൾ മുഴുവൻ തള്ളിക്കളയുകയും ചെയ്തു. സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയെ തകർക്കാൻ ആരും ശ്രമിക്കരുതെന്നായി അദ്ദേഹം. അഴിമതി ആരോപിക്കുന്നവർ തന്നെ അത് തെളിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നോക്കണേ, ദേശാഭിമാനി അഭിമാനപൂർവ്വം വിഴിഞ്ഞത്തിൻ്റെ ഓഹരി വിൽപ്പനയെ സംബന്ധിച്ച് ലേഖനം എഴുതി. ആ ലേഖനത്തെ അടുത്ത ദിവസം പിണറായി വിജയനും തോമസ് ഐസക്കും ഗോവിന്ദനും ചേർന്ന് തള്ളി. ദേശാഭിമാനി അങ്ങനെ പലതും എഴുതുമെന്നായി. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൂടി അടിച്ചു പിരിയുന്ന അവസ്ഥയാണിപ്പോൾ. അർഹതപ്പെട്ട IASകാർക്ക് പോലും പദവികൾ കൊടുക്കാതെ അവരെ സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തി അടിമകളെ വാഴിച്ച പിണറായി സർക്കാരിനെ ആരും മറന്നിട്ടില്ല. സെൻകുമാറിൻ്റെയും ജേക്കബ് തോമസിൻ്റെയും ഒക്കെ അവസ്ഥ നമുക്കറിയാം. നട്ടലിനല്പം കട്ടിയുണ്ടെന്ന് അറിഞ്ഞതോടെ ബി അശോകിനെയും പ്രശാന്തിനെയും തുടർച്ചയായി സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തി. അപ്പോഴും പൊട്ടക്കാവ്യങ്ങളും രചിച്ച് ആരോ എഴുതിയ കവിതയും ചൊല്ലി റീൽസും ഇട്ട് നടക്കുകയായിരുന്നു വിഴിഞ്ഞത്തിൻ്റെ ഈ പ്രിയപുത്രി. ദിവ്യായസയർ വിഴിഞ്ഞത്തിൻ്റെ MD അല്ല എന്നറിഞ്ഞതോടെ കപ്പലുകൾക്ക് ആ തുറമുഖത്തേക്ക് അടുക്കാൻ മടിയാണത്രേ. രാജ്യസഭയിലെ പണി പോയി കഴിയുന്നതോടെ ഈ ബ്രിട്ടാസിനെയും റഹീമിനെയും ഒക്കെ നമ്മൾ എല്ലാ ദിവസവും സഹിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ആശങ്ക കൂടുന്നത്. ഈ ബ്രിട്ടാസിൻ്റെ പഴയ ചരിത്രമൊന്നും അറിയാത്തവരല്ല മലയാളികൾ. VS അച്യുതാനന്ദൻ ഒരുത്തനെ വെറുക്കപ്പെട്ടവനെന്ന് വിശേഷിപ്പിച്ചപ്പോൾ പിണറായിയുടെ ആജ്ഞപ്രകാരം അയാളെ പോയി കണ്ട് അദ്ദേഹത്തെ വിശുദ്ധനാക്കി VSനെ നികൃഷ്ടനാക്കി അഭിമുഖമെടുത്ത് ആനന്ദിച്ചവനാണ് ബ്രിട്ടാസ്. മാതാ അമൃതാനന്ദമയി മഠത്തിനെതിരെ ഒരു വിദേശ വനിത ലൈംഗികാരോപണം ഉന്നയിച്ചപ്പോൾ ഇവിടുന്ന് പ്ലെയിൻ പിടിച്ചുപോയി അവരെ അഭിമുഖം നടത്തി തെമ്മാടിത്തരങ്ങൾ ഉദ്ഘോഷിച്ച് അഭിമുഖവും പുസ്തകവും ഇറക്കിയവനാണ് ബ്രിട്ടാസ്. ഒരർത്ഥത്തിൽ പിണറായി വിജയനെ പറ്റി തിന്ന് ജീവിക്കുന്നു ഈ പൊട്ടാസ്. ഈ വിഷയത്തിൽ സതീശനോട് അഭിപ്രായം ചോദിച്ചാൽ പറയും, ഈ ബ്രിട്ടാസിനോടൊക്കെ മറുപടി പറയാൻ വേറെ പണിയില്ലേ എന്ന്. ഒരർത്ഥത്തിൽ വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അത് ഭരണമാറ്റമല്ല, ഈ കമ്മികളായ എല്ലാ അലമ്പുകളും കൂടി ഒരിടത്ത് സംഗമിക്കുകയാണ് സുഹൃത്തുക്കളെ. കേരയിൽ വന്നില്ലെങ്കിൽ എന്താ, മേലത്തെ നില ഗോവിന്ദനും പിണറായി വിജയനും MV ജയരാജനും, അതിൻ്റെ കീഴേ നില സജി ചെറിയാനും തോമസ് ഐസക്കും ശിവൻകുട്ടിയും ബാലഗോപാലും, പിന്നത്തെ നില DYFI സംഘം, അതിലും കീഴേ നില SFIക്കാർ.